ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലോട്ട് പോകുകയാണ്. ദാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ അമ്മയുടെ വീട്. അമ്മ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കറിക്ക് മീൻ വേണമെങ്കിൽ പെട്ടെന്ന് വന്നോ കൊണ്ടുപോകാമെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും വണ്ടിയെടുത്ത് നേരെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ ദാണ്ടെ ഈ കൊണ്ടുവന്നിരിക്കുന്ന മീനിന് കുറച്ച് മീൻ എനിക്കും തന്നു. നോക്കിയപ്പോൾ ഒരു കവറിൽ അവിടെ കുറച്ച് ബന്നിരിക്കുന്നു. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു അത് നീ കൊണ്ടുപോക്കോ, പിള്ളേർക്ക് കൊണ്ട് കൊടുക്കാൻ. അങ്ങനെ അതും എടുത്തിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന പുളിച്ചിക്ക മരത്തിൽ കുറച്ച് പുളിച്ചിക്ക പിടിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ച് വായിൽ വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. ദൈവമേ എന്തൊരു പുളി! എൻ്റെ പല്ലെല്ലാം കോച്ചി പിടിച്ച്. അങ്ങനെ അതും പറിച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ട് വിട്ട്. കാരണം ഇത് കൊണ്ടുപോയി പെട്ടെന്ന് കറി വേവിക്കണം. ഈ മീനാണ് കോര എന്നാണ് ഞങ്ങളിവിടെ ഇതിനെ പറയുന്നത്. ഇനി ഇതിന് വേറെ പേരുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെയെല്ലാം ഇതിനെ കോരയെന്ന് പറയും. കാരണം ഇപ്പോഴും സീസൺ ഈ കോരമീൻ, പരവ, കൊഞ്ച്, കിളിമീൻ ഇങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇപ്പോഴിവിടെ സീസണായിട്ടുള്ളത്. അങ്ങനെ മീൻ വെട്ടി വേസ്റ്റെല്ലാം പൂച്ചയ്ക്ക് കൊടുത്തിട്ട് നേരെ ഇത് കറി വേവിക്കാമെന്ന് വെച്ചു. കാരണം പെട്ടെന്ന് കറി വേവിച്ചിട്ട് വേണം ഇത്തിരി ചോറ് കഴിക്കാൻ. 2-3 ദിവസം കൊണ്ട് മീനില്ലാതെ പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കറി കഴിച്ചിട്ടും എന്തെല്ലാം വെച്ച് കഴിച്ചിട്ടും നമുക്ക് ആ മീൻ കറിയും ചോറും കഴിക്കുന്ന ഒരു ഫീൽ എനിക്ക് വരുന്നില്ല. നമ്മൾ ഇറച്ചി വാങ്ങിച്ചിരുന്നാലും ഇനി ഉണക്കമീൻ വെച്ച് തിന്നിരുന്നാലും ആ ഒരു മീൻ കറിയും ചോറും കഴിക്കണതിൻ്റെ ഒരു ഫീൽ അത് വേറെ തന്നെ. പെട്ടെന്ന് തന്നെ ഞാൻ കറിയൊക്കെ അങ്ങ് റെഡിയാക്കണം. അതുകൊണ്ട് ഈ 2 പാത്രവും നല്ല ചൂടായിട്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടി തുടച്ച് കയ്യും പൊളിച്ച്. എന്നിട്ട് നോക്കിയപ്പോഴാണ് ഒരുത്തന്നാണ്ട് വെള്ളം എടുക്കാൻ വേണ്ടി ബോട്ടിൽ അവിടെ കൊണ്ടുവച്ച് മറന്നിട്ടു. ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് കുടിക്കട്ട്. അപ്പോഴത്തേക്ക് കറിയൊക്കെ റെഡിയായി. ഇനി ഇത്തിരി ചോറ് കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ.